നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാരങ്ങാച്ചാറാണ്. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത്, നാരങ്ങാച്ചാർ എന്ന് പറഞ്ഞാൽ വള്ളിനാരങ്ങ അച്ചാറാണ്. അത് നമ്മൾ കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് വേണ്ടി ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചു. ആവശ്യമായ എണ്ണ, നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നല്ലെണ്ണ, ആ എണ്ണ ഉപയോഗിച്ചിട്ട് ഞാൻ അതിലേക്ക് കുറച്ച്, എല്ലാവരും ചെയ്യുമെന്നറിയില്ല, കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. പിന്നെ 2 വെളുത്തുള്ളി, 2 കരിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് എടുക്കുക. ഇതിപ്പോൾ കുറേ ഉണ്ട്, ആവശ്യത്തിന് മാത്രം എടുക്കുക. ഇതിപ്പോൾ നമ്മുടെ മുളക് പൊടിയാണ്. മുളക് പൊടി ഉണ്ട്, അച്ചാർ പൊടി ഉണ്ട്. അത് രണ്ടും മിക്സ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നാരങ്ങാച്ചാർ കഴിഞ്ഞിട്ട് വേണം നമുക്ക് വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് നാരങ്ങാച്ചാറാണ്. അതിനായിട്ട് നമ്മളിപ്പോൾ അതുപോലെ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുകിട്ടു, കടുകിട്ടിട്ട് 2 വെള്ളുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. 2 കരിവേപ്പിലയുടെ ഇല ഇട്ടിട്ടുണ്ട്. അതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മളിവിടെ ആക്കി വെച്ചിരിക്കുന്ന ഈ പൊടിയുണ്ട്, മുളക് പൊടി, അച്ചാർ പൊടി, അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. അതൊന്ന് പതുക്കെ ചൂടാക്കുക. ഇതൊരു പച്ചപ്പൊന്ന് മാറാൻ വേണ്ടി അധികം ഇതാക്കരുത്, പതുക്കെ ഒന്ന് നമ്മൾ ചൂടാക്കുക. ഇതിന് ചൂടായിട്ടില്ല. ചുവച്ചിട്ട് ചൂടാക്കി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എന്ത് ചെയ്യണം, അച്ചാർ പൊടി അതുപോലെ മുളക് പൊടി മാത്രമല്ല, നമ്മളതിലേക്ക് കുറച്ച് എന്താ പറയുക, മഞ്ഞൾപ്പൊടി അതും കൂടി കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഏകദേശം ചൂടായിട്ടുണ്ട്. ഞാൻ ഈ നാരങ്ങ അതിലേക്ക്, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ അതിലേക്ക് ചെയ്യണം. എന്നിട്ട് പതുക്കെ ഇളക്കുക. ഇതിൻ്റെ ഫ്ലെയിം, ഗ്യാസിൻ്റെ തീ ഇത്തിരി നമ്മൾ കുറച്ച് വെക്കുന്നത്.